രചന SMC. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഗ്രാമത്തിന്റെ അതിലെ വിജനമായ തറവാട് വീടിന് മുകളിൽ ഇരുണ്ട മേഘങ്ങൾ തളം കെട്ടി നിന്നു. വീടിന്റെ പഴകിയ ഭിത്തികളെ പോലെ തന്നെ അതിനുള്ളിൽ താമസിക്കുന്ന രേവതിയുടെ മനസ്സും കാലപ്പഴക്കത്താൽ ജീർണിച്ചിരുന്നു. മകൻ വിനുവിന്റെ വിട്ടുമാറാത്ത ചുമയും ശ്വാസമുട്ടലും അവളെ തളർത്തി. ഡോക്ടർമാർ പല മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ചിട്ടും ഫലമുണ്ടായില്ല. ഓരോ ദിവസം അവൾ മരണത്തെ മുഖാമുഖം കണ്ടു. അവളുടെ കണ്ണുകൾക്ക് താഴെ ഉറക്കമില്ലാത്ത രാത്രികളുടെ കറുത്ത പാടുകൾ തെളിഞ്ഞു. അമ്മേ, എനിക്ക് വയ്യമ്മേ. ചുമച്ച് കിതച്ചുകൊണ്ട് വിനു പറയുമ്പോൾ രേവതിയുടെ നെഞ്ചു പിടഞ്ഞു. അവൾ അവനെ ചേർത്ത് പിടിച്ചു. ആ നെഞ്ചിലെ ചൂടിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. പേടിക്കേണ്ട മോനെ, അമ്മയുണ്ടല്ലോ കൂടെ, നിനക്കൊന്നും വരില്ല, അവൾ മന്ത്രിച്ചു. അപ്പോഴാണ് ദൂരദേശത്തു നിന്ന് വന്ന ഭഗവാൻ സ്വാമിയെ പറ്റി അവൾ കേൾക്കുന്നത്. ഏത് അസുഖത്തിനും ഒറ്റമൂലിയുള്ള ദിവ്യ പുരുഷനാണത്രേ അയാൾ. രേവതിയുടെ മനസ്സിലൊരു നേർത്ത പ്രതീക്ഷയുടെ നാമ്പ് മുളച്ചു. അടുത്ത ദിവസം തന്നെ അവൾ സ്വാമിയെ കാണാൻ പുറപ്പെട്ടു. സ്വാമിയുടെ ആശ്രമം ഒരു കുന്നിൻ ചെരുവിലായിരുന്നു. ചുറ്റും കാടും കാട്ടുചോലകളും. ആശ്രമത്തിന് മുന്നിൽ തന്നെ ഒരു വലിയ ആൽമരം. അതിനു ചുറ്റും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. സ്വാമിയുടെ വേഷം ലളിതമായിരുന്നു. ഒരു കാവിമുണ്ടും മേൽക്കുഴിയും. എന്നാൽ അയാളുടെ കണ്ണുകളിൽ ഒരുതരം തീയുണ്ടായിരുന്നു. കണ്ടാൽ ആരും ഭയന്നു പോകുന്ന ഒരു തീവ്രത. അയാളുടെ ചുണ്ടിൽ നേർത്ത ഒരു കൗശലച്ചിരി ഒളിഞ്ഞിരുന്നു. സ്വാമി, എന്റെ മോന്. രേവതി വിതുമ്പിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വിനുവിന്റെ ക്ഷീണിച്ച മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. രേവതിയുടെ വാക്കുകൾ കേട്ട് സ്വാമി കണ്ണുകളടച്ച് ധ്യാനത്തിലിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം കണ്ണൂർന്ന് അയാൾ പറഞ്ഞു, മോളെ, നിന്റെ മകനെ ബാധിച്ചിരിക്കുന്ന വെറുമൊരു അസുഖമല്ല. നിങ്ങളുടെ തറവാട്ടിൽ കുടികൊള്ളുന്ന ഒരു ദുഷ്ടശക്തിയാണതിന് കാരണം. നിങ്ങളുടെ പൂർവികർ ചെയ്തൊരു പാപത്തിന്റെ ഫലമാണിത്. ഒരു ബാലനെ ബലി കൊടുത്ത ആ തറവാടിന്റെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ആ ബാലന്റെ ആത്മാവാ ഇപ്പോ നിങ്ങളുടെ മകനെ വേട്ടയാടുന്നത്. സ്വാമിയുടെ ശബ്ദത്തിൽ ഒരുതരം ഭീകരത കലർന്നിരുന്നു. രേവതി ഭയന്ന് വിറച്ചുപോയി. അവളുടെ മുഖം വിളറി വെളുത്തു. പ്രതിവിധിയില്ലേ സ്വാമി? അവൾ യാചിച്ച് കൈകൾ കൂപ്പി. ഉണ്ട്, പക്ഷേ അതിന് കഠിനമായ പൂജകളും യജ്ഞങ്ങളും വേണ്ടിവരും. ഏകദേശം 5 ലക്ഷത്തോളം രൂപ. സ്വാമി ഒരു മടിയും കൂടാ പറഞ്ഞു. അയാളുടെ കണ്ണുകളിൽ ആപക്കുതിയുടെ തിളക്കം മിന്നിമറഞ്ഞു. ആ തുകയെന്നൊരു പ്രശ്നമല്ല സ്വാമി, എന്റെ മകനെ രക്ഷിക്കണം, അവന്റെ ജീവൻ തിരികെ കിട്ടിയാൽ മതി, രേവതി വിറയലോടെ പറഞ്ഞു. അവളുടെ ശബ്ദം നേർത്തുപോയിരുന്നു. എങ്കിൽ 3 ദിവസം ശുദ്ധിയോടെ വ്രതമെടുക്കുക. 4-ാം ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് പൂജ നടത്താം. ആ ദുഷ്ടശക്തിയെ ഞാൻ പൂർണ്ണമായി ഒഴിപ്പിക്കാം. സ്വാമിയുടെ വാക്കിൽ രേവതിക്ക് ആശ്വാസം നൽകി. അവളുടെ ഹൃദയത്തിൽ പുതിയൊരു പ്രതീക്ഷ നാമ്പിട്ടു. ആ ദിനം വന്നെത്തി. സന്ധ്യയോടെ സ്വാമി രേവതിയുടെ വീട്ടിലെത്തി. കാവ്യവസ്ത്രധാരിയായി നെറ്റിയിൽ ചുവന്ന തിലകവുമായി അയാൾ പൂജാ സാമഗ്രികൾ നിരത്തി. രേവതിയും വിനുവും ഭയഭക്തിയോടെ നോക്കി നിന്നു. പൂജകൾ തുടങ്ങി. അഗ്നികുണ്ഡത്തിൽ നിന്ന് പുകയർന്നു. സ്വാമി ഉച്ചത്തിൽ മന്ത്രങ്ങൾ ഉരുവിട്ടു. പെട്ടെന്ന് വിനു ചുമച്ച് നെഞ്ചിൽ കൈവച്ച് പിടയാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ ചുവന്നു. പേടിപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കി. ഇത് രേവതിയെ കൂടുതൽ ഭയപ്പെടുത്തി. അവൾ കണ്ണടച്ച് ഈശ്വരനെ വിളിച്ചു. ഇതവൻ തന്നെയാ. ദുഷ്ടശക്തി അവനിലൂടെ വെളിപ്പെടുന്നു. സ്വാമി വിളിച്ചു പറഞ്ഞു. അയാൾ വിനുവിന്റെ നെഞ്ചിൽ ഒരു പിടി ഭസ്മം വിതറി. ഭസ്മം നെഞ്ചിൽ വീണതും വിനു നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. രേവതിയുടെ ഹൃദയം നിലച്ചുപോയെന്ന് തോന്നി. ഈ സമയം വീടിന്റെ മുൻവാതിൽ ശക്തിയായി തുറക്കപ്പെട്ടു. ഉള്ളിലേക്ക് കടന്നു വന്ന് രേവതിയുടെ സഹോദരൻ ആനന്ദോർമ്മയായിരുന്നു. അവന്റെ കണ്ണുകളിൽ കലിപൂണ്ട കാളക്കൂറ്റന്റെ രൗദ്രഭാവം. മുഷ്ടിയുരുട്ടി ദേഷ്യം കടിച്ചമർത്തിയാണ് അവന്റെ നിൽപ്പ്. അവന്റെ കാവ്യമുണ്ടും വിയർപ്പ് പൊടിഞ്ഞ നെറ്റിയും അവന്റെ ദൃഢനിശ്ചയം വിളിച്ചൂതി. നിർത്തടാ ഈ കള്ള നാടകം! ആനന്ദിന്റെ ശബ്ദം ആ വീട്ടിൽ മുഴങ്ങി. സ്വാമി രേവതിയും അവനെ ഞെട്ടി നോക്കി. ആനന്ദ്, നീ എന്താ ഇവിടെ? രേവതി ഭയത്തോടെ ചോദിച്ചു. ഇവൻ എന്റെ മരുമകനെ കൊല്ലാൻ ശ്രമിക്കുന്ന കണ്ടിട്ടും നിനക്ക് എങ്ങനെ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞു രേവതി? ആനന്ദ് സ്വാമിയെ ചൂണ്ടി പറഞ്ഞു. അവന്റെ ശബ്ദം കനത്തു. ആനന്ദ് സ്വാമിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അവന്റെ കൈ സ്വാമിയുടെ കരണത്ത് ആഞ്ഞടിച്ചു. ശക്തമായ അടിയിൽ സ്വാമി തെറിച്ച് അഗ്നികുണ്ഡത്തിനരികിലേക്ക് വീണു. അവന്റെ മുഖത്തെ ഞെട്ടലും വേദനയും ഒരുമിച്ച് തെളിഞ്ഞു. മൂക്കിലൂടെ നേർത്ത ചോരപ്പാടുകൾ ഒലിച്ചിറങ്ങി. നീ എങ്ങനെ? സ്വാമി വിക്കി വിക്കി ചോദിച്ചു, മുഖം പൊത്തി പിടിച്ചു. എന്നെ നിസ്സാരനായി കണ്ടോടാ കള്ള! ആനന്ദ് അവന് നേരെ കുനിഞ്ഞെന്ന് അലറി. 5 വർഷം മുമ്പ് നീ എന്റെ സുഹൃത്ത് രാജന്റെ ജീവിതം തകർത്തപ്പോ, അവന്റെ ഭാര്യയെ ചതിച്ച സ്വത്ത് തട്ടിയെടുത്തപ്പോ അന്ന് നിനക്കൊരു ശിക്ഷ കിട്ടണമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അന്നു മുതൽ നിന്റെ ഓരോ ചലനങ്ങളും എന്റെ കണ്ണിലുണ്ടായിരുന്നു. ആനന്ദിന്റെ വാക്കുകളിൽ വർഷങ്ങൾ പഴക്കമുള്ള പക ആളിക്കത്തി. സ്വാമി ഭയത്തോടെ ചുറ്റും നോക്കി. ആനന്ദ് മൊബൈൽ എടുത്തൊരു കോൾ ചെയ്തു. സർ, പ്രദീപ് പിടികൂടി, ഇങ്ങോട്ട് വരാൻ പറയും. കുറച്ച് നിമിഷങ്ങൾക്കകം പോലീസ് ജീപ്പിന്റെ സൈറൺ മുഴങ്ങി. പോലീസ് അകത്തേക്ക് കയറി വന്നു.
ഇൻസ്പെക്ടർ ജോൺ ആനന്ദിന് സല്യൂട്ട് നൽകി. സർ, പ്രതി കസ്റ്റഡിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സ്വാമി ഞെട്ടിപ്പോയി. CI ജോൺ, നീ എങ്ങനെ? ഞാൻ നിങ്ങളുടെ ഈ നാടകങ്ങളിൽ അറിഞ്ഞുകൊണ്ടാ ഇവിടേക്ക് വന്നു. ഈ വീട്ടിൽ രേവതിയുടെ മകന് യാതൊരു ദുഷ്ടശക്തിയുടെ ഉപദ്രവില്ല. അവൻ ആസ്മയാ. ഇന്നലെ ഞാൻ തന്നെ ഡോക്ടറെ കണ്ട് അവന്റെ ചികിത്സ ആരംഭിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ആനന്ദ് പറഞ്ഞു. അവന്റെ ശബ്ദത്തിലൊരു ഉറപ്പുണ്ടായിരുന്നു. ഇവനിവിടെ പൂജയുടെ പേരിൽ ചെയ്താൽ വെറും തട്ടിപ്പാ. വിനുവിനെ മയക്കാൻ വേണ്ടി ഉപയോഗിച്ച മരുന്ന് ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം പുറത്തുനിന്ന് 3 സ്ത്രീകൾ പോലീസിന് പകത്തേക്ക് വന്നു. അവരെ കണ്ടതും സ്വാമിയുടെ മുഖം വിളറി വെളുത്തു. അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഇവരെ നിനക്ക് ഓർമ്മയുണ്ടോടാ പന്നി? ആനന്ദ് സ്വാമിയോട് ചോദിച്ചു. രോഗം മാറ്റിത്തരാന്ന് പറഞ്ഞ് നീ പണം തട്ടിപ്പറിച്ച ആ വൃദ്ധി അവരുടെ മകളുവാ. അപ്പുറത്ത് നിൽക്കുന്നു നിന്റെ ദിവ്യജലം കുടിപ്പിച്ച് മയക്ക് നീ ക്രൂരമായി പ്രാപിച്ച് ഗർഭിണിയാക്കിയ ശേഷം ഉപേക്ഷിച്ച പെൺകുട്ടി. സ്ത്രീകൾ നിറകണ്ണുകളോടെ സ്വാമിയെ നോക്കി. അവർക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല, കണ്ണീർ മാത്രം. അവരുടെ മുഖത്ത് വർഷങ്ങൾ നീണ്ട വേദനയുടെ കഥയുണ്ടായിരുന്നു. നിങ്ങൾ മനുഷ്യരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തു. അവരുടെ ഭയത്തെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കി. ഇവരെ പോലുള്ള നിഷ്കളങ്കരായ മനുഷ്യരെ ചതിച്ച് നീ നേടിയതെല്ലാം അത് ഇന്നിവിടെ തിരിച്ചിരണം, ആനന്ദ് ദേഷ്യത്തിൽ പറഞ്ഞു. അവന്റെ ഓരോ വാക്കിലും അഗ്നി നിറഞ്ഞു. നിയമം അതിന്റെ വഴിക്ക് പോകും. നീ ചെയ്ത തെറ്റുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കും. സ്വാമി തലകുനിച്ച് നിന്നു. അവന്റെ മുഖത്ത് ഭയവും നിസ്സാരതയും തെളിഞ്ഞു. പ്രതികരണമില്ലാതെ. വിശ്വാസമൊക്കെ വേണം, പക്ഷെ അന്ധവിശ്വാസമായിരുന്നു, ആനന്ദ് രേവതിയെ നോക്കി പറഞ്ഞു. രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭയവും ലജ്ജയും അവളെ പൊതിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് നേടാൻ നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള വഴികളുണ്ട്. അല്ലാതെ ഇത്തരം തട്ടിപ്പുകാരുടെ വലയിൽ ചെന്ന് ചാടരുത്. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഭയത്തെയാണ് മുതലെടുക്കുന്നത്. ആ ഭയം ഇനി ഇവരെ പോലുള്ളവരിൽ ഉണ്ടാവണം. ഒരു മനുഷ്യനെങ്കിലും ഈ തെറ്റ് മനസ്സിലാക്കി മാറി ചിന്തിച്ചാൽ അതാ നമുക്കുള്ള ഏറ്റവും വലിയ വിജയം. പോലീസ് സ്വാമിയെ വിലങ്ങണിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ രേവതിയെയും വിനുവിനെയും നോക്കി. രേവതിയുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമില്ലായിരുന്നു, പകരം ആനന്ദിനോടുള്ള നന്ദിയായിരുന്നു. വിനുവാവട്ടെ പതിയെ ശ്വാസമെടുത്ത് അവരെ നോക്കി പുഞ്ചിരിച്ചു.